ഡിയേഴ്സ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ മാത്സിലെ 14th ചാപ്റ്ററായ ഡാറ്റ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഡാറ്റ പിക്ചേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. നോക്കൂ, ഈ ടേബിളിൽ കാണിക്കുന്ന എന്താണ്? വീട്ടിലത്തെ ഹൗസ് ഹോൾഡ് അല്ലെ, അതിൽ വേരിയസ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫുഡിന് 35%, ഹെൽത്തിന് 25%, എഡ്യൂക്കേഷൻ 20%, അതേഴ്സ് 50%, സേവിങ്സ് 5%. അപ്പൊ നോക്കൂ, നമുക്ക് ബാർഗ്രാഫ് ആയിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതാ ഇങ്ങനെയാണ് അല്ലെ. എങ്ങനെയാണ്? ഇവിടെ പേഴ്സന്റ്, ഇവിടെ എന്താണ് ഈ ഐറ്റംസ് അല്ലെ, അങ്ങനെ കൊടുക്കും. പിന്നെന്താണ് ഇവിടെ നമ്മൾക്ക് എന്താണ്? ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ് അല്ലെ. ഇങ്ങനെ താഴെയുള്ള ലൈന് x ആക്സിസും ഇത് y ആക്സിസും ആണ് അല്ലെ. ഓക്കെ, ഇവിടെ പെർസെന്റ് കൊടുത്ത 0, 5, 10, 15 അങ്ങനെ 100 വരെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പിന്നെ ഫുഡിന് എത്ര പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ 35% ആണ് അല്ലെ. അപ്പൊ പെർസെന്റ് ആണല്ലോ അല്ലെ. അപ്പൊ 35ന്റെ നേരെയാണ് എന്ത് ഫുഡിന്റെ ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ 35%, ഹെൽത്ത് ആണ് 25%, പിന്നെന്താണ് എഡ്യൂക്കേഷൻ എത്രയാണ്? 20% ഒക്കെ ക്വസ്റ്റ്യനിലുള്ളതാണ് അല്ലെ. അതേഴ്സ് എത്രയാണ്? 50%. ഇങ്ങനെ വരയ്ക്കുക അല്ലെ. സേവിങ്സ് 5%. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുക? ഒരു ബാർ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ബാർ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മറ്റേതിനെ അപേക്ഷിച്ച് ഇത് എത്രയെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. അതിന് വേണ്ടിയിട്ടാണിത് നമുക്ക് ഒരു ഈ സർക്കിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇതിന് പറയുന്ന പേരാണിത് പൈ ചാർട്ട്. കണ്ടോ, PIECHART, പൈ ചാർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാം? ഫുഡിന് 35%, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അത് സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താക്കാം? ഇതെന്ന് പറയാൻ കൂടുതൽ ഫുഡിനാണ്, അതുപോലെ ഹെൽത്തിന് എന്താണ് അതിൽ കുറച്ച് കുറവായിട്ട് അല്ലേ. പിന്നെ അങ്ങനെ ഏറ്റവും കുറവ് സേവിങ്സ് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം? ഇതിന്ന് നേരിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? നമുക്ക് ഓരോന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ. അപ്പോൾ ഹെൽത്തിന് എന്താണ്? ക്വാർട്ടറാണ് അല്ലേ. കാഭാഗല്ലേ 1/4 ആണ് എന്താക്കുന്നത് ഹെൽത്തിന് കൊടുത്തിരിക്കുന്നത്. നോക്കാം, നമുക്ക് ഇതിന്ന് ഈ ചിത്രം നോക്കിയാൽ പൈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഈ പൈ ചാർട്ട് എന്ന് പറഞ്ഞ പേര് എങ്ങനെയാണ് അറിയുന്നത്? ഈ പൈ എന്ന് പറഞ്ഞ ഒരു ഡിഷ് ആയിരുന്നു അല്ലേ. അതെന്താണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്താണ് ബേക്കഡ് ഡിഷാണ് ഇത് പൈ എന്ന് പറയുന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ അതിനെന്താക്കി ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? പീസ് ആക്കിയിട്ട്, ചിത്രത്തിൽ കാണുന്ന ഒരു പീസ് ആക്കിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് എന്ത് ഇതിലേക്ക് നമുക്ക് എന്താ പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് ഈ പൈ ചാർട്ട് നമുക്ക് എന്താണ് എവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിയാൽ, നമുക്ക് 1/5 ഓഫ് എ സർക്കിൾ ആണ് അല്ലെ. സർക്കിളിന്റെ 1/5 ഭാഗമാണല്ലോ ഈ എന്ത് വരുന്നത്? എന്താ ഡ്രോയിങ് ആംഗിൾ എങ്ങനെ 1/5 സർക്കിളിന്റെ 1/5 ഭാഗം എങ്ങനെയാണ് നമുക്ക് എന്താക്കുന്നത് വരയ്ക്കുന്നത് നോക്കിയാൽ, 1/5 ഭാഗം വരയ്ക്കാൻ നമുക്ക് എന്താക്കണം? നമുക്കറിയാം എന്ത് സർക്കിളിന്റെ സെന്ററിന് ഇവിടെ 360 ആണ് അല്ലെ. അപ്പൊ നമുക്ക് പൈ ചാർട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? 360നോട് 1/5 ഭാഗം അടയാളപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കുക? 360നോട് 1/5 എന്താക്കുക? നമുക്ക് ഇൻറ്റു ചെയ്യുക അല്ലെ. അപ്പൊ 360 × 1/5 എന്ന് പറയുമ്പോൾ 1 × 360 360/5 അല്ലെ. 360/5 എന്ന് പറഞ്ഞാൽ 72. ഓക്കെ, അപ്പൊ എന്താക്കുക? അവിടെ ഒരു വര വെച്ചിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്താക്കുക? നമുക്ക് അളക്കുക അല്ലെ. എന്നിട്ട് 72ന്റെ അവിടെ അടയാളപ്പെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക അല്ലെ. അതാണ് എന്ത് 1/5. അപ്പൊ നമുക്ക് പൈ ചാർട്ടിൽ എങ്ങനെയാണ് 1/5 ഭാഗം വരയ്ക്കുന്നത് മനസ്സിലായല്ലോ. നമുക്ക് പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്താണ് ഈ ആദ്യം 360 ഇൻറ്റു എത്ര ഭാഗമാണോ അത് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അതിന് നമുക്കൊരു എന്താണ് ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിളാണ് എന്ത് വരുന്നത്? നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് 1/5. നമുക്ക് പൈ ചാർട്ടിൽ 1/5 ഭാഗം കിട്ടാൻ നമ്മൾ 360നോട് ആ പാർട്ട് ഇൻറ്റു ചെയ്തിട്ട് കിട്ടുന്ന ആംഗിളാണ് എന്ത് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 1/5 ഭാഗം. ഓക്കെ, ഞാൻ നോക്കൂ, അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റത്തെ ഈ ചോദ്യത്തിൽ എന്താണ് എക്സ്പെൻസ് എത്രയായിരുന്നു? ഫുഡിന്റെ എക്സ്പെൻസ് എത്ര ഇവിടെ തന്നിരിക്കുന്നത്? ഫുഡിന്റെ 35% അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഇത് ബാർഗ്രാഫ് നമ്മൾ വരച്ച്. അപ്പൊ പൈ ചാർട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടത് പൈ ചാർട്ട് വരയ്ക്കണം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താ ആദ്യം ഇവിടെ ഇത് കണ്ടുപിടിക്കണം. എന്ത്? ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യാം? 360 × 35/100. ഓക്കെ, എന്നിട്ട് 360 × 35/100 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 0യും 0യും ക്യാൻസൽ ആക്കുക അല്ലെ. അപ്പൊ എന്താക്കും? 36 × 35/10 കിട്ടും അല്ലെ. ഇനി എന്താക്കുക? അതിനെ ചെറുതാക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? 126 കിട്ടും. അല്ലെങ്കിൽ 35/100 എന്താക്കുക? നമുക്ക് സ്മോളർ ചെറുതാക്കുമ്പോൾ 7/20 എന്നാക്കുക. എന്നിട്ട് 360 × 7/20 ചെയ്താലും നമുക്ക് ആൻസറിൽ എത്താം. അങ്ങനെ ഓരോന്ന് നമുക്ക് അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താക്കുക? ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ആ ആംഗിൾ വെച്ചിട്ട് എന്താക്കുക? നമ്മളിങ്ങനെ സർക്കിൾ വരച്ചിട്ട് നമുക്ക് എന്താക്കുക? ഈ പൈ ചാർട്ട് വരയ്ക്കുക. ഓക്കെ, ഓരോന്നില്ലോ മറ്റേ എത്ര ഇരുന്ന് മറ്റേ ആദ്യം ഫുഡിന്റെ ആപ്പ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ.
അപ്പോൾ ഹെൽത്തിൻ്റെ നമ്മൾ എങ്ങനെ കാണുക 360 × 25/100 എന്നിട്ട് ചെറുതാക്കിയിട്ട് ആ ആംഗിൾ കണ്ടുപിടിക്കുക. എഡ്യൂക്കേഷനും അതേപോലത്തെ 360 × 20/100 അതിന് ചെറുതാക്കിയിട്ട് ആംഗിൾ കണ്ടുപിടിക്കുക. പിന്നെ അതേഴ്സിൻ്റെ 15/100 അല്ല, അപ്പോൾ 360 × 15/100 എന്നിട്ട് അതിനെ ചെറുതാക്കിയിട്ട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുക. സേവിങ്സിൻ്റെ 5% അല്ലേ, അപ്പോൾ 360 × 5/100 എന്നിട്ട് അതിനെ ചെറുതാക്കിയിട്ട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഇങ്ങനെ സർക്കിൾ വരച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇങ്ങനെ ആംഗിൾ അടയാളപ്പെടുത്തിയാൽ നമുക്ക് എന്താക്കുക ഒരു പൈ ചാർട്ട് തയ്യാറാക്കാം. ഓക്കെ, നോക്കൂ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ പറയുന്നത് എന്താണ്, വേറെ എന്താ മോസ്റ്റ് പോപ്പുലസ് കൺട്രീസ് ഓഫ് ദ വേൾഡ് ആർ ഫസ്റ്റ് ഇന്ത്യ. എന്താണ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഏതാണ്, ഇന്ത്യ ആണ് അല്ലേ. പിന്നെയാണ് ചൈന വരുന്നത്, പിന്നെ തേർഡ് USA വരുന്നത് അല്ലേ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഈ പൈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പോപ്പുലേഷൻ. ഇത് അങ്ങനെ ആവുമ്പോൾ പോപ്പുലേഷൻ്റെ വേൾഡ് പോപ്പുലേഷൻ്റെ പൈ ചാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ എന്താണ്, ഈ വേൾഡ് പോപ്പുലേഷനിൽ ഇന്ത്യ എത്ര പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ശരിക്കും എന്താണ്, ആംഗിൾസ് ഇതൊന്നും തന്നില്ല അല്ലേ. അപ്പോൾ ആംഗിൾസ് ഒന്നും തന്നില്ലെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, കറക്റ്റ് പറയാൻ പറ്റൂല. നമുക്ക് എന്താ ഏകദേശം പറയാൻ പറ്റുള്ളൂ അല്ലേ, അപ്രോക്സിമേറ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ്, പോപ്പുലേഷൻ ഇന്ത്യയിലുള്ള വേൾഡ് പോപ്പുലേഷൻ എത്ര ഭാഗമാണ് ചോദിച്ചു ഇന്ത്യ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, നമുക്ക് ഇന്ത്യ അല്ലത്. അപ്പോൾ ഇന്ത്യനെ നമുക്ക് എന്താക്കാം, എത്ര പാർട്സ് ആക്കാൻ അറിയോ നോക്കൂ. നമ്മത് കറക്റ്റ് അളവ് തരാത്തതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, അപ്രോക്സിമേറ്റ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലുണ്ട് വേൾഡ് പോപ്പുലേഷൻ്റെ ഫ്രാക്ഷൻ എത്ര വെച്ചിരിക്കുന്നത് അല്ലേ, ഈ വേൾഡ് പോപ്പുലേഷനിൽ. അപ്പോൾ ഇന്ത്യത്തെ പോപ്പുലേഷൻ വേൾഡ് പോപ്പുലേഷൻ്റെ എത്ര ഫ്രാക്ഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യ ഇതാണ് അല്ലേ, ബ്ലൂ അല്ലേ. അപ്പോൾ ഇത് എത്രയാണ്, മൊത്തം എത്ര ഉണ്ട്, മൊത്തമായിട്ട് ഇതേ അളവെന്നല്ല, ഇത് ഈ അളവ് ഈ അളവ് ഈ അളവ് ഈ അളവൊക്കെ വരച്ചിരിക്കുന്നത് ആണ് അല്ലേ. അപ്പോൾ മൊത്തം ഫ്രാക്ഷൻ എത്ര പാർട്ടാണ് ഇതാക്കിയത്, 6 പാർട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, എത്ര പാർട്ടാന്നുള്ളത് അടിയിൽ എഴുതണ്ടേ അല്ലേ, 6 പാർട്ടാണ് അല്ലേ. ഓക്കെ, 6 പാർട്ടാണ് അല്ലേ. ഇപ്പോൾ ഇന്ത്യ ഒന്നല്ലേ, അപ്പോൾ 1 അല്ലേ. അപ്പോൾ നമുക്ക് 1/6 എഴുതാം കേട്ടോ. എന്താണ് 1/6 ആണ് എന്ത്, ഈ വേൾഡ് പോപ്പുലേഷൻ്റെ ഇതിൽ ഇന്ത്യ എത്രയാണെന്ന് ചോദിച്ചാൽ 1/6. ഓക്കെ, ഒന്നാമത്തെ എത്രയാണ്, 1/6 ആണ് ആൻസർ ചെയ്തേണ്ടത്. ഓക്കെ, 1/6. ഇനി ചൈനേൻ്റെ അതേപോലെ തന്നെ ചോദിച്ചു, വാട്ട് അബൌട്ട് ദ പോപ്പുലേഷൻ ഓഫ് ചൈന. ചൈനയും സെയിം എന്നല്ലേ, അപ്പോൾ 1/6 അല്ലേ, അതും 1/6 എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതുക അപ്രോക്സിമേറ്റ് വാട്ട് ഫ്രാക്ഷൻ എന്നുള്ളത് ഇവിടെ എന്താണ് 1/6 എഴുതുക. അതുപോലെ താഴെ നിങ്ങൾ എന്താണ് ഈ ചൈനേൻ്റെ എന്താക്കുക 1/6 എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, അപ്പോൾ ഇവിടെ 1/6 ആണ്, ഇതും 1/6 അല്ലേ. ദെൻ നെക്സ്റ്റ് അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് ദാറ്റ് ഓഫ് ദ USA. അപ്പം എന്താണ് USA-നെ അപേക്ഷിച്ച് എന്താണ്, അതായത് USA-ൻ്റെ എന്താണ് പോപ്പുലേഷൻ ഇന്ത്യൻ്റെ പോപ്പുലേഷൻ്റെ എത്ര ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ അപ്രോക്സിമേറ്റ്ലി ആയിട്ട് പറയാൻ പറ്റില്ല, കറക്റ്റ് അളവ് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് USA-ൻ്റെ ഇന്ത്യൻ്റെ പോപ്പുലേഷൻ്റെ എത്ര പാർട്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ USA എന്ന് പറയുന്നത് എത്രയാണ്, ഇതാ ഈ ഒരളവല്ലേ വരുന്നത്, ഇതാ ഇവിടെ നിന്നുള്ള ഈ അളവ്. ഓക്കെ, ഈ അളവാണ് USA-ൻ്റെ അല്ലേ. അപ്പോൾ ഇതേ ഇതാക്കി തന്നെ എന്താണ് ഇന്ത്യന് അതേ അളവിൽ എന്താക്കുക നമ്മൾ കട്ട് ചെയ്യണം അല്ലേ. ഇത് എത്ര പാർട്സ് ആക്കാൻ പറ്റും നോക്കൂ, എത്ര പാർട്സ് ആക്കാം. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതേ അളവിൽ തന്നെ ഈ ഇന്ത്യൻ്റെ ഈ ഭാഗവും കട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് 1 2 3 4 അല്ലേ. അപ്പോൾ 4 ആണ് അല്ലേ. അപ്പോൾ ഈ ഒറ്റ അളവിലുള്ളൂ, അപ്പോൾ 1/4 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ എന്താണ് 1/4 ആണ് എന്ത് നമ്മളെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കൂ ഇവിടെ എങ്ങനെ എഴുതാം, what fraction of population of India is that of the USA അല്ലേ, അപ്പോൾ 1/4. Okay, then next one, approximately what fraction of the world population is combined population of India, China and the USA. ഇന്ത്യയും ചൈനയും USA-യും കൂടി കമ്പൈൻ ചെയ്ത പോപ്പുലേഷൻ മൊത്തം വേൾഡ് പോപ്പുലേഷൻ്റെ എത്ര പാർട്സ് ആണ് വെച്ചിരിക്കുന്നത് നോക്കൂ. ഇവിടെയാണെന്ത് ഇന്ത്യ അല്ലേ. നോക്കൂ, ഇന്ത്യയും ചൈനയും USA-യും അല്ലേ. അപ്പോൾ ഇത് 3 കൂടിയാണ് ഇത് ഇതാക്കുന്നത്, ഇതും ഇതും. ഓക്കെ, ഇത് മൊത്തം വേൾഡ് പോപ്പുലേഷൻ എത്ര ഭാഗമാണ് വെച്ചിരിക്കുന്നത് അല്ലേ. ഇത് ഇതേപോലെ തന്നെ ഇതേ പാർട്ടാക്കിയിട്ട് ഇതിനെ ഈ രണ്ടിനെയും ഇതിനെ മാറ്റിക്കൂട്ട് താഴെയുള്ളതിനെ. ഓക്കെ,
ഇതേ അളവിനല്ലേ ഇതൊക്കെ വരുന്നില്ലേ. അപ്പോൾ 1, 2, 3 അല്ലേ. അപ്പോൾ 1/3 നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് ഇത് വേൾഡ് പോപ്പുലേഷൻ്റെ എന്താണ് ഇന്ത്യയും ചൈനയും USA ഒറ്റക്കെട്ടായിട്ട് അല്ലേ. മറ്റേ എന്താക്കുക 3 ഈ വേൾഡ് പോപ്പുലേഷനെ 3 മാറ്റി അതിലെ ഒരു പാർട്ടാണ് എന്ത് ഇന്ത്യയും ചൈനയും USA കൂടിയുള്ള പോപ്പുലേഷൻ. അപ്പോൾ 1/3 എഴുതട്ടോ. ഓക്കെ, ടോട്ടൽ എത്രയാ 1, 2, 3 അല്ലേ. 3 ആ ടോട്ടലാണ് അടിയിൽ എഴുതേണ്ടത് അല്ലേ. പിന്നെ മുകളിൽ എന്താ എഴുതേണ്ടത് ഇത് മൊത്തം ഉള്ളത് 1 അല്ലേ. അപ്പോൾ 1/3 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം ഇത് 1/3 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് 1/3. 1/3 ഇതാണ് എൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. എന്താണ് The pie chart below shows how the total cultivable land in a panchayat is utilized for different kinds of crops. അപ്പോൾ പഞ്ചായത്തിൽ എന്താണ് ഒരു പഞ്ചായത്തത്തെ കൾട്ടിവേബിൾ ലാൻഡ് ടോട്ടൽ കൾട്ടിവേബിൾ ലാൻഡ് ആണ് എന്ത് ഈ തന്നിരിക്കുന്ന പൈ ചാർട്ടിലുള്ള അല്ലേ. അപ്പോൾ നോക്കൂ ഇവിടെ ഗ്രീൻ ഇവിടെ എന്താണ് വെജിറ്റബിൾ ആയിട്ടാണ് ഗ്രീനിനെ കാണിക്കുന്നത് അല്ലേ. ഇവിടെ സൈഡിൽ തന്നിട്ടുണ്ട് കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. റബ്ബറിനെയോ ഈ യെല്ലോ, പിന്നെ ഈ കളറിന് ഏതാണ് പ്ലാന്റെയിൻ അല്ലേ. ഈ കളറോ കോക്കനട്ട്, പിന്നെ ഏതാ ടപ്പിയോക്ക, റൈസ്, ഇതൊക്കെ അതേഴ്സാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ വിച്ച് ക്രോപ്പ് ഈസ് മോസ്റ്റ് ഓഫ് ദ ലാൻഡ് യൂസ്ഡ് അപ്രോക്സിമേറ്റ്ലി 1 fraction ഓഫ് ദ ടോട്ടൽ ഈസ് ദിസ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഏത് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാനാണ് കൂടുതൽ ലാൻഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ക്രോപ്പാണ് നോക്കൂ. ഏതാണ് ഇത് അതേഴ്സ് ആണ്. ഇവിടെ അതേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് കൂടുതൽ അതേഴ്സിനാണ് ഉള്ളത് അല്ലേ. പക്ഷെ നമുക്ക് എന്താ ഏത് ക്രോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അതേഴ്സ് എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയോ ഉള്ളതാണ്, കുറേ എണ്ണം അല്ലേ. അപ്പോൾ ഏത് ക്രോപ്പാണ് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഗ്രീൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം വെജിറ്റബിൾസ് എഴുതാം അല്ലേ. അപ്പോൾ വെജിറ്റബിൾ ആണ് എന്ത് കൂടുതലായിട്ട് നമുക്ക് എന്താക്കാം അവിടെ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക നിങ്ങൾ വെജിറ്റബിൾസ് എഴുതുക കേട്ടോ. ദെൻ അപ്രോക്സിമേറ്റ്ലി 1 fraction ഓഫ് ദ ടോട്ടൽ ഈസ് ദിസ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം മൊത്തം ഇതിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ഈ വെജിറ്റബിൾസിൻ്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണുക. നമുക്ക് ഇതിനാദ്യം എന്താക്കുക ഇങ്ങനെ പാർട്സ് ആക്കുക. നോക്കൂ ഇതിന് നമ്മൾ എന്താക്കി ഇങ്ങനെ 4 പാർട്സ് ആക്കി അല്ലേ. അപ്പോൾ എന്താണ് ഇത് 1 ഇത് അടുത്തത് ഇതങ്ങനെ അല്ലേ. ഓരോന്നും എന്താണ് ഓരോ പാർട്സ് ആക്കി മാറ്റി അല്ലേ. ഈ മൊത്തം ഈ ഡയഗ്രത്തിന് അതായത് മൊത്തം സർക്കിളിന് നമ്മൾ 4 പാർട്സ് ആക്കി മാറ്റി. അപ്പോൾ ഈ ഗ്രീൻ നോക്ക് ഇതിൽ ഫുൾ ഉണ്ട് അല്ലേ. പക്ഷെ ഇതിലും കൂടുതലും കൂടി ഉണ്ടല്ലോ, കുറച്ചും കൂടി ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക മൊത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൽ നമുക്ക് എന്താക്കുക ഇതേ അളവിൽ തന്നെ ഈ ഭാഗവും കട്ട് ചെയ്യണം. ഇവിടെയൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. ഈ ഗ്രീനിൽ കട്ട് ചെയ്യുക. നോക്കൂ എങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഇതേ അളവിൽ തന്നെ ഞാൻ എന്താക്കി ഈ പച്ചനെ മൊത്തം കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എത്ര എണ്ണം നോക്കിയേ പച്ചനെ ഞാൻ ഈ 4 പാർട്സിനെ എത്രയായിട്ട് കട്ട് ചെയ്തു 9 അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9 ആയിട്ട് എന്താക്കി ഈ 4 ഭാഗത്തിലെ 1/4 ഭാഗത്തിന് ഞാൻ എന്താക്കി 9 ഭാഗമായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെ നമുക്ക് 9 ഭാഗമായി കട്ട് ചെയ്തൂടെ. ഇതിനെയും 9 ഭാഗമായി കട്ട് ചെയ്യാം. ഇതിനെ എന്താക്കി ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇനി അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കി പോകും. ഓക്കെ, അപ്പോൾ ഇത് 9 പാർട്സ് ആക്കി. ഇതിനെ എന്താക്കി 9 പാർട്സ് ആക്കി. ഓക്കെ, 9 പാർട്സ് ആക്കി. ഇതിനെ എന്താക്കി ഞാൻ 9 പാർട്സ് ആക്കി. പിന്നെ ഇവിടെ എന്താക്കി ഞാൻ 9 പാർട്സ് ആക്കി മാറ്റി അല്ലേ. ഓക്കെ, 9 പാർട്സ് ആക്കി. അപ്പോൾ നോക്കിത് 9 അല്ലേ. അപ്പോൾ ഒക്കെ എന്താണ് ഇത് 9 ഈ 4 ഭാഗമാണുള്ളത് 9. അപ്പോൾ ഇത് 4 ഭാഗമാണല്ലോ. അപ്പോൾ ഇത് 9 അല്ലേ. ഇത് 9, ഇത് 9, ഇത് 9, ഇത് 9 എണ്ണല്ലേ വരുന്നത്. ഇത് 9 എണ്ണ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇതിനൊക്കെ നമ്മൾ എന്താക്കി 9 പാർട്സ് ആക്കി അല്ലേ. ഓക്കെ, ഈ എന്താണ് നമുക്ക് വെജിറ്റബിൾ എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിനെ 9 ആക്കിയോട് ഇതേപോലെ തന്നെ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് 9 ആക്കാം. ഇതിനെയും 9 ആക്കാം, ഇതിനെയും 9 ആക്കാം അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്. ടോട്ടൽ 36 വരുന്നത് അല്ലേ. എന്താണ് ടോട്ടൽ എത്ര പാർട്സ് ആക്കിയിട്ട് നമ്മൾ 36 36 ആക്കി അല്ലേ. അതായത് 9 9 9 9 9 അല്ലേ. അപ്പോൾ 4 × 9 36 ആണ്. 36. ഓക്കെ, അപ്പോൾ എന്താണ് 9 + 9 എത്രയാണ് 18 18 + 9 27 + 9 36 അല്ലേ. അപ്പോൾ മൊത്തം 36 ആക്കി മാറ്റി അല്ലേ. ഇനി ഈ 36ൽ ഈ വെജിറ്റബിൾ ഉള്ളത് എത്ര ഇത് എന്താണ് 1 ഭാഗമാണ് അല്ലേ. ഓക്കെ, അപ്പം മൊത്തം എത്ര ഉണ്ട് ഈ വെജിറ്റബിൾ ഉള്ളത്.
മൊത്തം എണ്ണി നോക്കി. പച്ചുള്ള എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്താക്കുക 10/36 എഴുതാം അല്ലെ. മൊത്തം 36 അല്ലേ. 36ൽ 10 ഭാഗമാണുള്ള ഈ വെജിറ്റബിൾ ഉള്ളത് അല്ലെ. അപ്പൊ 10/36 നമുക്ക് എഴുതാം. ഓക്കെ ഓക്കെ. അപ്പൊ 10/36 ഈ ടോട്ടലാണ് അടിയിൽ വരുന്നത് കേട്ടോ. മൊത്തം നമ്മൾ ഈ ചെറിയ ചെറിയ ഭാഗം ഇതിനെന്തിനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൊത്തം എത്രയാണ്? 36 ആണ് അല്ലെ. അപ്പൊ 10/36 എഴുതി. ഇനി നമുക്ക് ഇതിനെന്താക്കാം? ചെറുതാക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? 10നെ ചെറുതാക്കി കൂടെ 5 ചെറുതാക്കാം. ഐസ് ഈക്വൽ ടു എന്താണ് 5. 36നെ ചെറുതാക്കിയാലോ? 36നെ ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും അല്ലെ. അപ്പൊ 5/18 നമുക്ക് എഴുതാം കേട്ടോ. 5/18. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ 5/18 ആണ് എന്ത് നമ്മളെ ഈ വെജിറ്റബിൾ മൊത്തം വെജിറ്റബിളിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് ഈ വെജിറ്റബിൾ എന്ന് വെച്ചാൽ എത്രയാണ്? 5/18. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്? എന്താണ്? ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് യൂസ്ഡ്? അപ്പൊ ഏത് ക്രോപ്പാണ് കുറച്ച് ലാൻഡ് ഉപയോഗിച്ച് നട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഈസ് ദിസ്? അപ്പൊ അപ്രോക്സിമേറ്റ്ലി എന്താണ് ഈ ടോട്ടലിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് അതെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിൽ ഏതാണ് നോക്കൂ. ഇതിലേതാണ്? ഇത് അല്ലേ. ഇത് ഏതാണ് നോക്കൂ. ചിത്രത്തിൽ നോക്കൂ. ഏതാണ്? റൈസ് ആണ് അല്ലെ. അപ്പൊ റൈസ് ആണ് എന്ത് ലീസ്റ്റ് എമൗണ്ട് ആയി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ റൈസ് എന്ന് എഴുതുക കേട്ടോ. RICE ഈ റൈസ് എന്ന് എഴുതുക. ഇനി എത്ര ഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ ഇത് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കിയേ. ഇത് നേരത്തെ ചിത്രം ഞാൻ ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു അല്ലെ. ചിത്രം ഓർത്ത് വെച്ചിരുന്നോ? ഓക്കെ. ഇങ്ങനെയായിരുന്നു അല്ലെ. ഇതിലെ പാർട്സ് ഒക്കെ ആക്കിയിരുന്നില്ലേ. അപ്പൊ ഇത് എത്രയായിരുന്നു? ഇത് 9 പാർട്സ് ആയിരുന്നു. ഇത് 9 ആയിരുന്നു. ഇത് 9 ആണ്. ഇത് 9 ആണ്. ഇത് 9 ആണ്. ഇത് 9 ആണ് അല്ലെ. ഇത് 9 ആയിരുന്നു. ഓക്കെ. അപ്പൊ നോക്ക് ഇതിലെ ഈ ഭാഗം ഈ ഗ്രീൻ ഇല്ലേ. ഈ ഭാഗം ഈ ചെറിയ ഗ്രീന് അല്ലെ. ഈ ഗ്രീനിന്റെയും പകുതിയാണല്ലോ ഇത് അല്ലേ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അളവ് കറക്റ്റ് തരാത്തതുകൊണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ പകുതിയായിട്ട് നമുക്ക് എടുക്കാം അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയാണ് ഇവിടെ? മൊത്തം 36 ആയിരുന്നു അല്ലെ. എന്താണ് മൊത്തം എന്താ ഇതെന്ന് പറയുന്നത് എത്ര? 1/36 അല്ലായിരുന്നു. അപ്പൊ ഇതിന്റെയും പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ 1/36 ഇൻറ്റു 1/2 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ. അപ്പൊ 1/36 ഇൻറ്റു 1/2 എന്ന് എഴുതുക. അപ്പൊ 1/36 ഇൻറ്റു 1/2 എന്ത് എങ്ങനെയാണ്? ഇതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര? 1/36 ആണ് നേരത്തെ നമ്മൾ കണ്ടു അല്ലെ. ചെറിയ ചെറിയ പാർട്സുകളൊക്കെ എന്താണ് ഓരോന്നും 1/36 മൊത്തം 36 ഒരു ഭാഗമാണ് ഇത് നമ്മൾ കണ്ടു. അതിന്റെയും പകുതിയാണല്ലോ ഈ റൈസിൻ്റെത്. അപ്പൊ നമ്മൾ എന്താക്കുക? 1/36 ഇൻറ്റു ഹാഫ് എന്ന് എഴുതിയില്ല. അതിന്റെയും പകുതി ആയതുകൊണ്ട്. അപ്പൊ 1/36 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മുകളിലത്തെ 2 ഇൻറ്റു ചെയ്യുക. 1 × 1 എന്ന് പറഞ്ഞാൽ എത്ര? 1. 1/36 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 അല്ലേ. ഓക്കെ. അപ്പൊ 72 നമുക്ക് എഴുതാം അല്ലേ. അപ്പൊ 1/72 എന്താക്കാം നമുക്ക് എഴുതാം അല്ലേ ഇതിന്റെ. ഓക്കെ. അപ്പൊ നമ്മളെ ആൻസർ എന്താണ്? റൈസ് മൊത്തം ക്രോപ്സിന്റെ എത്രയാണ്? 1/72 എന്ന് എഴുതാം കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ എന്താക്കുക? 1/72 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് സംഭവം മനസ്സിലായല്ലോ അല്ലെ. മൊത്തം നമ്മൾ എന്താണ് 36 ആക്കി മാറ്റിയിരുന്നു. ഇതിനെ 9 ആക്കി മാറ്റി. ഇതിനെ 9 ആക്കി മാറ്റി. ഇതിനെ 9 ആക്കി മാറ്റി. ഇതിനെ 9 ആക്കി മാറ്റി അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ ഈ ചെറുതിന്റെ എത്ര അളവാണ് ഇത്? ഇതിന്റെയും പകുതിയാണ് ഇത് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇതിനെ നമ്മൾ എന്താക്കുക? 2 ആക്കി മാറ്റുക. അപ്പൊ ഈ ഓരോ പാർട്സിനെയും 2 ആക്കി മാറ്റുമ്പോൾ ഇവിടെ എത്രയായി? 18 ആയി. ഇവിടെയും 18 ആയി. ഇവിടെയും 18 ആവും. ഇവിടെയും 18 ആവും അല്ലെ. അപ്പൊ എല്ലാം കൂടി എന്തായി? 22 ആവും. 22ൽ ഒരു ഭാഗമാണ് അല്ലേ. അപ്പൊ 1/72 ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. 1/36 ഇൻറ്റു 1/2 ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അപ്രോക്സിമേറ്റ്ലി വൺ ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഈസ് യൂസ്ഡ് ഫോർ റബ്ബർ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ആയിട്ട് എന്താണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഏകദേശം എത്ര ഫ്രാക്ഷനാണ് ടോട്ടലിന്റെ എത്ര ഫ്രാക്ഷനാണ് ഈ റബ്ബർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ റബ്ബർ നോക്ക്. ഈ യെല്ലോ റബ്ബർ എന്ന് പറയുന്നത് യെല്ലോ ആണ് അല്ലേ. അവിടെ തന്നിട്ടുണ്ട് റബ്ബർ യെല്ലോ. അപ്പോൾ ഈ യെല്ലോ ഭാഗമാണ് എന്ത് ടോട്ടലിന്റെ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതുക? നമുക്ക് നോക്കൂ ഈ ചിത്രത്തിനെ നമുക്ക് എന്താക്കുക? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓക്കെ നമുക്ക് സെൻറ്ററിൽ നിന്നാണ് എന്താക്കുന്നത്? നമുക്ക് ഇതിനെ മുന്നോട്ട് പോകുന്നത്. സോറി കറക്റ്റ് ലെവലിൽ പോകണം അല്ലേ. 90 ഡിഗ്രിയിൽ എടുക്കണം അല്ലേ. ഇതും അങ്ങനെ കറക്റ്റ് നമുക്കിതൊക്കെ അപ്രോക്സിമേറ്റ് ആയി പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഈ റബ്ബറിന്റെ ഇതാണ് അല്ലേ. അപ്പോൾ റബ്ബറിൻ്റെയിലേക്ക് എന്താണ് നമുക്ക് ഇതെന്താ 1/4 ഭാഗമാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഇത് ഈ 1/4 എന്താണ് ഈ പച്ച കുറച്ചും കൂടി കൊണ്ട് വന്നല്ലോ. അപ്പോൾ ഇതെന്താക്കണം? മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം എന്താ നമ്മൾ ചെറുതാക്കി ഇതിനെ നമുക്ക് എന്താണ് ഇതിനെ 9 പാർട്സ് ആക്കിയില്ലായിരുന്നോ അല്ലേ. ഇതിനെ 9 എല്ലാത്തിനും നമ്മൾ 9 പാർട്സ് ആക്കിയിരുന്നു അല്ലേ. ഇതിനെ 9 ആക്കി
ഈ പാർട്സിനെ 9 ആക്കി, ഈ പാർട്സിനെ 9 പാർട്ടാക്കി, ഇതിന് 9 പാർട്ടാക്കിനിയല്ലോ അല്ലേ? ഇതിനൊക്കെ 9 പാർട്ടാക്കി മാറ്റിയിരുന്നു അല്ലേ? ആ 9 പാർട്ടിലെ എന്താണ് ഈ റബ്ബറിന്റെ 9 പാർട്ടായിരുന്നല്ലോ. അപ്പൊ ഇതിലെന്താണ് 1 ഇവിടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ 1 എന്താക്കണം, ഇതിന്ന് കുറയ്ക്കണം അല്ലേ? അപ്പൊ 9ന്ന് ഈ 1 കുറച്ചാൽ ഇവിടെ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ? അപ്പൊ റബ്ബറിന്റെ എന്താണ് 8 എന്ന് കിട്ടും. റബ്ബറിന്റെ 8 ആണ് അല്ലേ? 8 പീസാക്കിയിട്ടാണ് ഇതിൽ കിട്ടുക. അപ്പൊ ടോട്ടലിന്റെ എത്രയാന്ന് ചോദിച്ചാൽ എത്രയാണ്? ടോട്ടൽ നമുക്ക് എത്ര അറിയാം? 36 ആണെന്ന് നമുക്കറിയാം അല്ലേ? 36 പാർട്സ് ആക്കിയില്ലായിരുന്നോ? 36 പാർട്സ് ആക്കിയിരുന്നു അല്ലേ? അപ്പൊ 36ൽ എത്ര ഭാഗമാണ് ഈ ഇതെന്ന് പറയുന്നത്, ഈ റബ്ബർ എന്ന് പറയുന്നത്? 8 ഭാഗമാക്കിയിട്ടുണ്ടല്ലോ. എത്രയാ? 8 ഭാഗമാക്കി അല്ലേ? അപ്പോൾ 36ൽ 8 അല്ലേ? അപ്പോൾ എത്രയാണ്? 8/36 നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ 8/36 ഭാഗമാണ് എന്ത്? ഈ റബ്ബർ. എന്താ സംഭവം മനസ്സിലായോ? ഈ റബ്ബർ യെല്ലോ കളറുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ റബ്ബർ നമുക്കറിയാം, ഇത് എന്ന് പറഞ്ഞാൽ 1/4 ഭാഗമല്ലേ? ഈ 1/4 ഭാഗത്തിന് നമ്മൾ 9 പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ 9 ആക്കി, ഇതിനെ 9 ആക്കി, ഇതിനെ 9 ആക്കി, ഇതിനെ 9 ആക്കി അല്ലേ? നേരത്തെ ഇതേ അളവിൽ തന്നെ അതിലൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ എന്താണ് ഇത് ഒരു ഭാഗം എന്താണ് ഈ വെജിറ്റബിളിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് കയറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിന്ന് എന്താക്കണം, ഇത് ഈ റബ്ബറിൻ്റെ ഭാഗത്തേക്ക് ഈ പച്ച വരാൻ പാടില്ല. അപ്പോൾ ഇതിന്ന് ഒരു ഭാഗമാണിത് അല്ലേ? അപ്പോൾ ഈ മൊത്തം ടോട്ടൽ 9ന്ന് 1 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ ഇതെന്ത് വരും? 8 എന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം 8 പിന്നെ ടോട്ടൽ എത്രയാണ്? 36 അല്ലേ? അപ്പോൾ 8/36 ഇതിലെങ്കിൽ നമുക്ക് ചെറുതാക്കാം അല്ലേ? 8നെ ചെറുതാക്കി കൂടെ? അപ്പോൾ 8നെ വെട്ടി ചെറുതാക്കി എത്ര കിട്ടും? 8നെ ചെറുതാക്കുക, അതുപോലെ 36നെയും ചെറുതാക്കുക അല്ലേ? 8നെ ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ? അതുപോലെ 36നെ ചെറുതാക്കിയാലോ 18 എന്നും കിട്ടും. അപ്പോൾ 4 ഇവിടെ 4 കിട്ടും. ഇവിടെയോ 36ന്റെ പകുതി എത്രയാണ്? 18 അല്ലേ? ഇനി നമുക്ക് ചെറുതാക്കി കൂടെ? ചെറുതാക്കുക അല്ലേ? ഈ 4നെ പകുതിയാക്കുക, അതുപോലെ എന്താണ് 18നെയും ചെറുതാക്കുക അല്ലേ? അപ്പോൾ 4നെ ചെറുതാക്കിയാൽ എന്ത് കിട്ടും? 4നെ ചെറുതാക്കിയാൽ പകുതിയാക്കാൻ പറ്റും, 18നെയും പകുതിയാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 4ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 2 എന്ന് എഴുതാം. ഈ 18ന്റെ പകുതി എത്രയാണ്? 9 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ഒക്കെ ഇതിനെ വെട്ടി ചെറുതാക്കുക അല്ലേ? നമ്മൾ പഠിച്ചതാണ് വെട്ടി ചെറുതാക്കുന്ന നോക്കട്ടോ. ഓക്കെ, ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതുക ഇതിനെ? 2/9. നമ്മുടെ ആൻസർ എത്രയാണ്? 2/9. അപ്പോൾ നമ്മളെ ആൻസർ എത്രയാണ്? 2/9 ആണ് എന്ത് നമ്മളെ ആൻസർ കേട്ടോ. ഓക്കെ, 2/9 ആണ് നമ്മളെ ആൻസർ. ദെൻ പിന്നെന്താ വരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഇൻ എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് 20 യൂസ് ദ സ്കൂൾ ബസ്, 15 വാക്സ് ടു ദ സ്കൂൾ ആൻഡ് 5 റൈഡ് ബൈസിക്കിൾസ് ടു സ്കൂൾ. ഡ്രോ എ പൈ ചാർട്ട് ഷോയിങ് ദീസ്. അപ്പോൾ ഈ എന്താണ് അളവ് തന്നിരിക്കുന്നത്? എന്താണ് 40 കുട്ടികൾ സ്കൂളിൽ എന്താ 40 കുട്ടികളുണ്ട് അല്ലേ? അതിൽ 20 ആൾക്കാർ സ്കൂൾ ബസ്സിലാണ്, 15 ആൾക്കാർ നടന്നിട്ടാണ്, 5 ആൾക്കാർ ബൈസിക്കിളിലാണ് സ്കൂൾക്ക് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പൈ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈ ചാർട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്താ അറിയാം? നമുക്ക് ആദ്യം എന്താക്കണം? എന്താണ് കുട്ടികളെ എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എത്ര എന്നുള്ളത്. ഇനി അതിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുക നോക്കിയേ? നമുക്ക് 3 കോളം വരയ്ക്കണം അല്ലേ? 3 കോളം വരച്ചിട്ട് എന്താണ് കുട്ടികൾ വരുന്നത് എങ്ങനെയൊക്കെയാണല്ലേ? വരുന്ന മെത്തേഡ് എങ്ങനെയൊക്കെയാണെന്നുള്ള ആദ്യം ഹെഡിങ് കൊടുക്കുക അല്ലേ? ഒരു കോളത്തിൽ METHOD മെത്തേഡ്. അടുത്തതിൽ എന്താണ് എങ്ങനെയാണ് എത്ര കുട്ടികൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ? അപ്പോൾ മെത്തേഡിൽ എന്തൊക്കെ കൊടുക്കാം നമുക്ക്? സ്കൂൾ ബസ് എന്ന് കൊടുക്കുക, പിന്നെ എന്താണ് വാക്ക് എന്ന് കൊടുക്കുക, പിന്നെ ബൈസിക്കിൾ എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കൂൾ ബസ്സിൽ 20 ആണ്, നടന്നിട്ട് 15 ആൾക്കാർ, പിന്നെ റൈഡ് ബൈസിക്കിൾ എത്രയാണ്? 5 ആൾക്കാർ അല്ലേ? ഇനി അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആംഗിൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? മെത്തേഡ് എന്താ? സ്കൂൾ ബസ്സിൽ നമ്പർ 20, പിന്നെ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ? അതിന് മുന്നേ എന്തൊക്കെ നമ്മൾ മെത്തേഡുകളൊക്കെ ആദ്യം എഴുതുക അല്ലേ? ടോട്ടല് എന്താണ് സ്കൂൾ ബസ്, വാക്ക്, ബൈസിക്കിൾ, പിന്നെ എന്താണ് ടോട്ടൽ എന്നുള്ളത് എന്താക്കുക നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ എന്താണ് നമ്പർ? സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾ 20 ആണ് അല്ലേ? വാക്ക് 15 ആണ്, ബൈസിക്കിൾ എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? ഇതാ ഇവിടെ 40 ആണ് അല്ലേ? ഇതെല്ലാം കൂടി കൂട്ടി നോക്കൂ. 20 + 15 + 5 എത്രയാണ്? 40 അല്ലേ? അതാണ് എന്ത് ഇവിടെ 40 വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് ആംഗിൾ എങ്ങനെ അറിയാം കണ്ടുപിടിക്കുക? നമുക്ക് എന്താണ് നമുക്കറിയാം എന്താണ് പൈ ചാർട്ടാ വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം 360 × 20 ടോട്ടൽ അല്ലേ? ഇവിടെ സ്കൂൾ ബസ്സിൽ 20 അല്ലേ? അപ്പോൾ 20 ടോട്ടൽ 40 ആണ് കേട്ടോ.
അപ്പൊ നോക്കൂ മെത്തേഡ് നമ്മൾ സ്കൂൾ ബസ് പിന്നെ നമ്പർ 20 ആംഗിൾസ് കണ്ടുപിടിച്ച എങ്ങനെ 360 360 ഇൻറ്റു പിന്നെ 20 നമ്പർ ബൈ ടോട്ടൽ ആട്ടോ നമ്പർ ബൈ ടോട്ടൽ ആണ് ചെയ്യുക അപ്പൊ 360 ഇൻറ്റു 20 ബൈ 40 അല്ലെ ഇപ്പൊ 20/40 അപ്പൊ നമുക്ക് എന്താ 360 ഇൻറ്റു 20 ചെയ്യുക എന്നിട്ട് ഡിവൈഡഡ് ബൈ 40 ചെയ്യുക അല്ലെങ്കിൽ എന്താ നമ്മൾ ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യുക അല്ലെ ഈ സീറോയും ക്യാൻസൽ ആവും പിന്നെ ഇവിടെ എന്താണ് ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ആവും അല്ലെ 2ന്റെ പകുതി 1 ആണ് 4ന്റെ പകുതി 2 ആണ് അല്ലെ അപ്പൊ ബൈ 2 ഉണ്ടാവും അല്ലെ അപ്പൊ 316/2 = 180 ഡിഗ്രി ഇവിടെ ഡിഗ്രി എഴുതുക കേട്ടോ നെക്സ്റ്റ് നോക്കൂ വാക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് 15 ആണ് അല്ലെ അപ്പൊ എന്താണ് അവിടെ നമുക്ക് എഴുതാം 15 അല്ലെ അപ്പൊ നമുക്ക് ആംഗിൾ എഴുതുമ്പോൾ എങ്ങനെയാ 360 മറക്കരുത് കേട്ടോ അതാണ് നമ്മൾ പൈസ ആയിട്ട് കാണാൻ 360 കൊണ്ടാണ് ആ നമ്പർ ബൈ ടോട്ടൽ ആണ് ചെയ്യേണ്ടത് ഓക്കെ 360 ഇൻറ്റു നമ്പർ എത്ര 15 ബൈ ടോട്ടൽ എത്ര 40 അല്ലെ ഈ ടോട്ടലാണ് ഇത് ഓക്കെ അപ്പോൾ ബൈ 40 അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 360 ഇൻറ്റു 15 ചെയ്യുക എന്നിട്ട് അതിനോട് 40 ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ക്യാൻസലേഷൻ മെത്തേഡ് നടത്താം ഇവിടെ എന്താണ് ഇവിടെ 0 ഉണ്ട് ഇവിടെ 0 ക്യാൻസൽ ആയി 4ൽ 36 എത്ര പ്രാവശ്യമാണ് 9 അല്ലേ അപ്പോൾ 9 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രി ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് ബൈസിക്കിളിൽ 5 കുട്ടികളാണ് വരുന്നത് അല്ലേ അപ്പോൾ 360 ഇൻറ്റു 5/40 ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് നടത്തണമെങ്കിൽ അല്ലേ 5/40 അല്ലേ ഇവിടെ എന്താണ് ക്യാൻസലേഷൻ മെത്തേഡ് നടത്തുക അല്ലേ അപ്പോൾ 5ലും 40ഉം അപ്പോൾ ഒന്നുകിൽ എന്താക്കുക ഈ 0യും ക്യാൻസൽ ചെയ്യുക എന്നിട്ട് എന്താക്കുക നമുക്ക് ഈ 4ഉം ഈ 36ഉം അല്ലേ ക്യാൻസൽ ചെയ്യുക അപ്പോൾ 9 കിട്ടും 9 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 45 ഓക്കെ അല്ലെങ്കിൽ എന്താക്കുക 360 ഇൻറ്റു 5 ചെയ്തിട്ട് 40നോട് ഡിവൈഡ് ചെയ്യുക ഓക്കെ ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 45 കിട്ടി ഇനി നമുക്കിത് ശരിയാണോ നോക്കണമെങ്കിൽ ഇത് നമുക്ക് കിട്ടിയ ആംഗിൾ എല്ലാം കൂടി കൂട്ടിയാൽ 360 എന്ന് കിട്ടണം കേട്ടോ എന്നാലേ നമ്മളെ ഈ കാൽക്കുലേഷൻ ശരിയായി നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്താക്കണം 360 കിട്ടണം അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുക 180 + 135 + 45 എത്ര 135 + 45 എന്ന് പറഞ്ഞാൽ 180 ആണല്ലേ 180 + 180 എത്ര 360 അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കുക 360 എന്ന് ഇതല്ലേ ഇവിടെ 360 അപ്പോൾ ടോട്ടൽ 360 കിട്ടിയല്ലോ 360 എന്ത് കിട്ടി നമുക്ക് ടോട്ടൽ കിട്ടി അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 360 എന്ന് കിട്ടിയിട്ടോ അത് ഈ ടോട്ടൽ എല്ലാം കൂടി കൂട്ടിയപ്പോൾ 360 നിങ്ങൾ അതേപോലെ തന്നെ കോളം വരയ്ക്കുക എന്നിട്ട് ഇങ്ങനെയൊക്കെ എഴുതുക കേട്ടോ ഏത് നമ്പർ തന്നാലും നമുക്ക് ഇങ്ങനെ തന്നാലും നമുക്ക് പൈസ ആയിട്ട് വരയ്ക്കാൻ നിങ്ങൾ എന്താക്കണം ആദ്യം മെത്തേഡ് നമ്പർ ചെയ്ത് പിന്നെ ആംഗിൾ കണ്ടുപിടിക്കണം ആംഗിൾ കണ്ടുപിടിക്കേണ്ടത് 360നോട് എന്താണ് ആ നമ്പർ ബൈ 40 മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത് 360 ഇൻറ്റു ആ നമ്പർ ബൈ ആ ടോട്ടൽ എത്രയാണോ അവിടെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ എത്രയാണോ അത് ഡിവൈഡ് ചെയ്യുക ഇവിടെ ഇപ്പോൾ 40 കിട്ടി അതുകൊണ്ട് നമ്മൾ 40നോട് ഡിവൈഡ് ചെയ്ത് ഓക്കെ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആംഗിൾ മൊത്തം എല്ലാം കൂടി കൂട്ടിയാൽ ഇവിടെ ചിലപ്പോൾ ഇത് 3 ആയുള്ളൂ അല്ലേ ഈ 3 കൂടി കൂട്ടിയാൽ 360 ഇനി നമുക്ക് 5 6 ഒക്കെ കിട്ടും ആ 5 6 ഒക്കെ എല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം 360 തന്നെ കിട്ടണം എന്നാലേ നമുക്ക് നമ്മളത് ശരിയാവുള്ളൂ ഇനി നമുക്ക് എന്താക്കാം ഈ അളവ് വെച്ചിട്ട് നമുക്ക് പൈ ചാർട്ട് വരയ്ക്കുക അപ്പോൾ പൈ ചാർട്ട് വരയ്ക്കുക നമ്മൾ ആദ്യം എന്താക്കണം സർക്കിൾ വരയ്ക്കണം അല്ലേ നമ്മൾ ആദ്യം ഒരു വൃത്തം വരയ്ക്കുക ആദ്യം ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കാം സർക്കിൾ വരയ്ക്കുക എങ്ങനെ നമുക്ക് സർക്കിൾ വരയ്ക്കുക വരയ്ക്കുക ഓക്കെ ഇനി നമ്മൾ എന്താക്കാം 180 ഡിഗ്രി എടുക്കണം അല്ലേ അതിന് ആദ്യം ഈ ലൈന് വരയ്ക്കുക ആദ്യം ട്രാക്ടർ എടുക്കുക നമുക്ക് അടയാളപ്പെടുത്തുക ഓക്കെ ആദ്യം ട്രാക്ടർ എടുക്കുക കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ 0 എടുക്കുന്നത് അല്ലേ ഇത് ഇതാണ് പോയിന്റ് അല്ലേ സെന്റർ ഇതാണ് ഇത് പോയിന്റ് അല്ലേ 0 20 30 40 അങ്ങനെയായിട്ട് നമുക്ക് എന്താക്കാം നമുക്ക് അളക്കാം ഓക്കെ 40 50 60 70 80 90 100 110 120 130 140 150 160 170 180 ഓക്കെ അപ്പോൾ 180 അവിടെ നമ്മൾ എന്താക്കുക ഒരു പോയിന്റ് ചെയ്യുക എന്നിട്ട് എന്താക്കുക ഇവിടേക്ക് അങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഓക്കെ ഇത് 180 ഡിഗ്രിയാണ് ഓക്കെ 180 ഡിഗ്രി ഇത് സ്കൂളിൻ്റെത് ഓക്കെ ഇതിന് ഞാൻ ഒരു കളർ കൊടുക്കുകയാണ് യെല്ലോ കളർ കൊടുക്കുക കേട്ടോ സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളതാണിത് ഇതിന് ഞാൻ എന്താക്കുക യെല്ലോ കളറാണ് കൊടുക്കുന്നത് ഓക്കെ അതെ ഇനി നമുക്ക് എന്താണ് വാക്കിങ് വരണം കേട്ടോ ഓക്കെ വാക്കിങ്ങിൻ്റെ എത്രയാണ് 135 ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കുക പ്രൊട്ടക്ടർ എടുക്കുക എന്നിട്ട് എന്താക്കുക ഇവിടെ ഇങ്ങനെ വെക്കുക എന്നിട്ട് എന്താക്കുക നമുക്ക് അളക്കുക ഓക്കെ പ്രൊട്ടക്ടർ എടുക്കുകയാണ് ഈ പ്രൊട്ടക്ടർ എടുത്ത ശേഷം നമുക്ക് എന്താക്കുക ഇവിടെ നിന്നാണ് എന്താക്കുന്നത് 0 10 20 എത്ര നമുക്ക് 135 അല്ലേ വേണ്ടത് 135 എന്ന് പറഞ്ഞിട്ട് എന്താക്കുക നമുക്ക് ഇവിടെ 20 30 40 50 100
120, 130, 135 ഇവിടെ അല്ലേ 35. അപ്പോൾ ഇവിടെ നിന്ന് എന്താക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്താക്കുക, ഇവിടെ പോയിന്റ് ചെയ്യുക, എന്നിട്ട് ഇത് ഈ സെൻറ്ററിലേക്ക് അങ്ങ് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് എന്താണ്, ഇതാണ് 135 ഡിഗ്രിയിൽ നടക്കുന്ന വാക്ക്. ഇതിന് ഞാൻ എന്താക്കുകയാണ്, ഇതിന് ഞാൻ കളർ കൊടുക്കുക. ഓക്കെ, ഇതിന് ഞാൻ യെല്ലോ ഉള്ള സ്കൂൾ ബസ്സിന് കൊടുത്തത്. ഓക്കെ, വാക്കിങ്ങിന് ഞാൻ കൊടുക്കുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ പച്ച, ഗ്രീനാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം വാക്കിൻ്റെ അവിടെ ഗ്രീൻ കൊടുത്തു. ഇനി നമുക്ക് എന്താണ് 45% ആണല്ലോ എന്ത് ബൈസിക്കിളുടെ അല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് ബൈസിക്കിൾ എന്ന് കൊടുക്കുക. ഇതിന് ഞാൻ എന്താക്കുകയാണ്, ഇതിന് വേറൊരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഗ്രീൻ കൊടുത്തു. ഇതിനെന്താണ് കൊടുക്കുന്നത്, ഇതിന് ബ്ലൂ കൊടുത്തു. ഓക്കെ, കൊടുത്തു. അപ്പോൾ എന്താണ്, ഇതാണ് എന്ത് നമ്മളെ എന്ത് വരുന്നത്, നമ്മളെ പൈ ചാർട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ എ ക്ലാസ് 25% ഗോട്ട് എ ഗ്രേഡ് ഇൻ എ മാത്ത് ടെസ്റ്റ്, 40% ഗോട്ട് ബി ഗ്രേഡ്, 20% ഗോട്ട് സി ഗ്രേഡ് ആൻഡ് ദ റിമൈനിങ് ഡി ഗ്രേഡ്. ഡ്രോ പൈ ചാർട്ട് ഷോയിങ് ദിസ്. എന്താണ് ഇവിടെ എ ഗ്രേഡ് മാത്ത് ടെസ്റ്റിൽ എന്താണ് എ ഗ്രേഡ് കുട്ടികളുടെ എത്രയാണ് 25% ആണ് അല്ലെ. ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് 40%, സി ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് 20%, ബാക്കിയുള്ളത് ഡി ഗ്രേഡും എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് പൈ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ എങ്ങനെ നമുക്ക് പൈ ചാർട്ട് വരയ്ക്കാം? ആദ്യം നമുക്ക് എന്താക്കണം, നമുക്ക് ആദ്യം എന്താണ് നമുക്ക് ടേബിൾ വരയ്ക്കണം അല്ലേ. അപ്പോൾ എന്താണ് ഏത് ടെസ്റ്റാണ്, മാത്സ് ടെസ്റ്റാണ് അല്ലേ. അതിൽ നമുക്ക് എന്താണ് അതിൽ ഗ്രേഡ് അല്ലേ, എ ഗ്രേഡ് ഉണ്ട്, ബി ഗ്രേഡ് ഉണ്ട്, സി ഗ്രേഡ് ഉണ്ട്, ഡി ഗ്രേഡും ഉണ്ട് അല്ലേ. അതിൽ പെർസെൻറ്റേജ് എത്രയാണ് 25% ആണ് എ ഗ്രേഡ്, പിന്നെ ബി ഗ്രേഡ് 40%, സി ഗ്രേഡ് 20%, ഡി ഗ്രേഡ് ബാക്കിയുള്ളതും എന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് എന്താക്കാം, നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കല്ലേ, എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് എന്താണ് ഗ്രേഡ് അല്ലേ, ഗ്രേഡ് പെർസെൻറ്റേജ് ആംഗിൾ ഇത് കൊടുത്തു അല്ലേ. എന്താണ് എ ഗ്രേഡിന് എത്രയാണ് 25% അല്ലേ, ബി ഗ്രേഡിന് 40%, സി ഗ്രേഡിന് 20% അല്ലേ. എ ഗ്രേഡിന് 25, ബി ഗ്രേഡിന് 40, സി ഗ്രേഡിന് 20. മലയാളക്കാരെ ഗ്രേഡ് കൊടുക്കുക, പെർസെൻറ്റേജ് എന്താക്കുക ശതമാനം എഴുതുക, ആംഗിള് കോണം എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്, ഇനി നമുക്ക് എ ബി സി അറിയില്ല, ബാക്കിയുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ബാക്കിയുള്ളത് എത്ര ആയിരിക്കും? ബാക്കിയുള്ളത് നമുക്കറിയാം പെർസെൻറ്റേജ് പറഞ്ഞാൽ 100 ആണ് അല്ലേ, ടോട്ടൽ 100 അല്ലേ വരുന്നത്. അപ്പം നമുക്ക് എന്താക്കുക ഇവിടെ ടോട്ടൽ എത്രയാ, ടോട്ടൽ എത്രയാണ് ഇവിടെ 100 വരണം അല്ലേ. ഓക്കെ, ടോട്ടൽ 100 വരണമെങ്കിൽ ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ 25 ആണ്, 40 ആണ്, 20 ആണ് അല്ലേ. അപ്പോൾ ഇത് ടോട്ടൽ എത്രയാണ് നമുക്കറിയാം 100 ആണെന്ന് അറിയാം, നമുക്കറിയാം അല്ലേ. ടോട്ടൽ എന്താണ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് 100 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇത് 100 നമുക്കറിയാം പെർസെൻറ്റേജ്. അപ്പോൾ എന്താ അതെല്ലാം കൂടി കൂട്ടിയാൽ 100 കിട്ടണം അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഡി ഗ്രേഡ് എത്ര ആയിരിക്കും, ഡി എത്ര ആയിരിക്കും? നമുക്ക് എന്താക്കുക 25 + 40 + 20 ചെയ്യുക അല്ലേ. അപ്പോൾ 25 + 40 + 20 എത്രയാ, 40 + 20 60, 60 + 25 എത്രയാ 70, 80, 85 അല്ലേ. പിന്നെ ഈ 100-ന്ന് 85 മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 15 കിട്ടും അല്ലേ, 15 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് 15 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താക്കി പെർസെൻറ്റേജ് എല്ലാത്തിനും കിട്ടില്ല, എ ബി സി ഡിൻ്റെ ഒക്കെ പെർസെൻറ്റേജുകൾ കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ശതമാനം കിട്ടിയ ശേഷം നമുക്ക് എന്താ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കാൻ ഞാൻ എന്താ പറഞ്ഞിരുന്നത്, നമുക്ക് പൈ ചാർട്ടാ വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ 360 ഇൻറ്റു ആ ഫസ്റ്റത്തെ എ ഗ്രേഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഏതാണ് നമ്പർ അത് ബൈ ടോട്ടൽ അല്ലേ. അപ്പോൾ 316 ഇൻറ്റു 25/100 ചെയ്യുക. എന്നിട്ട് എന്താക്കാത്തത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നോക്കൂ 316 ഇൻറ്റു 25/100 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 360 ഇൻറ്റു 25 ചെയ്യുക, എന്നിട്ട് 100 ഡിവൈഡ് ചെയ്യുക ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യാം അല്ലേ. 25/100 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/4 ആണ് അല്ലേ. അപ്പോൾ 316 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 360 ഇൻറ്റു 1 316/4 അല്ലേ. അപ്പോൾ 316 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 90 അല്ലേ. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 360 ഇൻറ്റു 25 ചെയ്തിട്ട് അതിനെ 100 ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, 360 ഇൻറ്റു 40/100 ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ ഒന്നുകിൽ ഇവിടെ ക്യാൻസലേഷൻ മെത്തേഡ് നടത്താം അല്ലേ. അപ്പോൾ ഈ 0 ക്യാൻസൽ, ഈ 0 ക്യാൻസൽ. അപ്പോൾ 36 ഇൻറ്റു 4 എത്രയാണ് 144 എന്ന് പറയും അല്ലേ. 36 ഇൻറ്റു 4 144 അതാണ് ഇവിടെ. അല്ലെങ്കിൽ എന്താക്കുക 14 അങ്ങനെ തന്നെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 360 ഇൻറ്റു 40 ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ് ഇവിടെ 20 ആണ് അല്ലേ. പെർസെൻറ്റേജ് സി ഗ്രേഡിൽ 20% അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 360 ഇൻറ്റു ഈ 20/100 അല്ലേ, അതാണ് 20/100. ഞാൻ 316/20/100 ഞാൻ 0 ക്യാൻസൽ ആക്കുക അല്ലേ.
ഇവിടെയും 2 0, അടിയിലും 2 0 ഉണ്ട്, മുകളിൽ 2 0 ഉണ്ട്, ക്യാൻസൽ ആയി. അപ്പോൾ 36 × 2 എത്രയാണ്? 36 × 2 = 72 ആണ് അല്ലേ? ആ 72 എഴുതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, 360 × 20 ചെയ്യുക, എന്നിട്ട് 100നോട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അതിൽ നല്ല എന്താ ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഡി ഗ്രേഡിൻ്റെ 15 ആണ് അല്ലേ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്കറിയാം എന്ത് 360 × 15 ബൈ ടോട്ടൽ അല്ലേ? അപ്പോൾ 15/100 ചെയ്യുക. എന്നിട്ട് എന്താക്കുക, ഇത് ക്യാൻസലേഷൻ മെത്തേഡ് ഈ 0 ക്യാൻസൽ ആക്കുക അല്ലേ? അപ്പോൾ 36 × 15 കിട്ടും ബൈ 10 കിട്ടും അല്ലേ? അപ്പോൾ 36 × 15 ചെയ്താൽ എത്രയാണ്? 36 × 50 എന്ന് പറയുമ്പോൾ 540/10 അല്ലേ? 540/10 എന്ന് പറയുമ്പോൾ ആ 0 ക്യാൻസൽ ആകുമ്പോൾ 54 കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ശരിയാണോ നോക്കണ്ടേ? ആംഗിൾ ശരിയാണോ നോക്കണമെങ്കിൽ ഇതെല്ലാം കൂടി കിട്ടിയോ? ഈ ആംഗിൾസ് എല്ലാം കൂടി കൂട്ടിയിട്ട് 360 കിട്ടുന്നുണ്ടോ? ഉണ്ട് അല്ലേ? 90 + 144 + 72 + 54 = എത്ര? 360 അല്ലേ? ഇവിടെയൊക്കെ ഡിഗ്രി ചെയ്തണം കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ 360 ഡിഗ്രി എഴുതണേ. പിന്നെ ഇനി എന്താണ് നമുക്ക് ഈ അളവ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് എന്താണ് പൈ ചാർട്ട് വരയ്ക്കാം അല്ലേ? വൃത്തചിത്രം വരയ്ക്കണം. അപ്പം എന്താക്കുക, നമുക്ക് വൃത്തചിത്രം വരയ്ക്കാം അല്ലേ? പൈ ചാർട്ട് വരയ്ക്കുക. ഓക്കെ, ആദ്യം നമുക്ക് എന്താക്കണം, സർക്കിൾ വരയ്ക്കണം അല്ലേ? അപ്പോൾ അതിനെന്താക്കുക, പൈ ചാർട്ട് വരയ്ക്കാൻ സർക്കിൾ നിർബന്ധമാണ്. അപ്പോൾ സർക്കിൾ വരയ്ക്കുക ആദ്യം. ഓക്കെ, സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, നമുക്ക് ആദ്യം ഒരു ലൈൻ വരയ്ക്കണം അല്ലേ? ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്താ എ ഗ്രേഡ് കിട്ടിയതാണ് അല്ലേ? അപ്പോൾ 90 ഡിഗ്രിയാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ എടുക്കുക. എന്നിട്ട് എന്താക്കുക, 90 ഡിഗ്രി അളപ്പെടുത്തുക. ഓക്കെ, ഇവിടെ എന്താണ്, ഇതാണ് എന്ത് സെൻറ്റർ, ഇതാണ് നമ്മളെ പോയിന്റ് 0. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താക്കുക, 90 ഡിഗ്രി എണ്ണുക. 10 20 30 40 50 60 70 80 90 അല്ലേ? 90 ഇവിടെ പോയിന്റ് ചെയ്യുക. ഇത് പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇത് എന്താക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് 90 ഡിഗ്രി എ ഗ്രേഡ് ആണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എ ഗ്രേഡിന് കിട്ടി. ദെൻ എന്താണ്, ഇതിൽ ഞാൻ എന്താ യെല്ലോ കളർ കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ബി ഗ്രേഡാണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ? ബി ഗ്രേഡ് എത്രയാണ്? 144 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ബി ഗ്രേഡിന് 144 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ച ആംഗിൾ. അപ്പോൾ എന്താക്കുക, പ്രൊട്രാക്ടർ ആദ്യം എടുക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ നമുക്ക് എന്താക്കുക, ഇവിടെ വെക്കുക. ഓക്കെ, പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് എന്താക്കുക, അടയാളപ്പെടുത്തുക. അതേപോലെ ഇവിടെയാണ് 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഇതാണ് സെൻറ്റർ, ഇത് 0. എന്നിട്ട് ഇവിടെ നിന്ന് എന്താക്കുക, നമുക്ക് എണ്ണ അല്ലേ? എത്ര? 144 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് 0 10 20 30 40 50 60 70 80 90 100 110 120 130 140 പിന്നെ 41 42 43 44 അല്ലേ? അങ്ങനെ വരണം. അപ്പോൾ നമുക്ക് എന്താക്കുക, 44 അവിടെ എന്താക്കുക, അടയാളപ്പെടുത്തുക. ഓക്കെ, 144 ഡിഗ്രി അവിടുത്തെ. ഇതാണ് എന്ത്, ബി ഗ്രേഡ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എന്ത് കളറാണ് കൊടുക്കുന്നത്? റെഡാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതെന്താണ്, അവിടെ റെഡിന് കൊടുത്തിട്ട് നമുക്ക് ബി ഗ്രേഡിന് എഴുതാം. ദെൻ നെക്സ്റ്റ് എന്താണ്, നമുക്ക് സി ഗ്രേഡിനാണ് വേണ്ടത് അല്ലേ? സി ഗ്രേഡിൽ പെർസെൻറ്റേജ് 20% ആണ്, ആംഗിൾ 72 ഡിഗ്രിയാണ് അല്ലേ? ഇനി നമുക്ക് എന്താക്കുക, നമുക്ക് പ്രൊട്രാക്ടർ എടുത്തിട്ട് നമുക്ക് 72 ഡിഗ്രി നമുക്ക് അടയാളപ്പെടുത്തുക ഇവിടെ. ഓക്കെ, ഇവിടെ 0 മുതൽ എണ്ണ അല്ലേ? എത്ര? 72 അല്ലേ? അങ്ങനെ 10 20 30 40 അങ്ങനെ 50 60 70 72 അല്ലേ? അപ്പോൾ 72ൻ്റെ ഇവിടെ അടയാളപ്പെടുത്തി. 70 കഴിഞ്ഞ് 71 72. ഓക്കെ, അവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. 72 ഡിഗ്രി. ഇത് സി ഗ്രേഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഏത് കളറാണ്? ഗ്രീൻ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡി ഗ്രേഡ് ആയിരിക്കും. 54 ഡിഗ്രി, അത് 54 ഡിഗ്രി എന്ന് എഴുതുക, ഡി ഗ്രേഡ്. ഓക്കെ, ഇതിന് ഞാൻ ഏത് കളറാണ് കൊടുക്കുന്നത്? ബ്ലൂ കൊടുത്തു. ഓക്കെ.